നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വീര്യം കുറഞ്ഞ മദ്യോൽപാദന പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ നിന്ന് അധികൃതർ അടിയന്തരമായി പിന്മാറണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. പുതിയ തലമുറയെ ലഹരിയിലേക്ക് ആകർഷിക്കാനാണോ സർക്കാർ ഈ നീക്കം നടത്തുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് സമിതി സംസ്ഥാന സെക്രട്ടറിയും വക്താവുമായ പ്രസാദ് കുരുവിള ഉന്നയിച്ചു. സംസ്ഥാനത്ത് കൂടുതൽ മദ്യപാന്മാരെ സൃഷ്ടിക്കുന്ന നയമാണ് സർക്കാർ പിന്തുടരുന്നതെന്ന് സമിതി കുറ്റപ്പെടുത്തി. ജനങ്ങളെ ലഹരിക്ക് അടിമകളാക്കി അവരുടെ ബലഹീനത മുതലെടുത്ത് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കേവലം സാമ്പത്തിക ലാഭം മാത്രം മുൻനിർത്തി ജനങ്ങളുടെ ആരോഗ്യവും ഭാവി തലമുറയുടെ ജീവിതവും തകർക്കുന്ന ഇത്തരം അടവു നയങ്ങളിൽ നിന്ന് സർക്കാർ പൂർണ്ണമായും പിന്മാറണമെന്നും മദ്യവിരുദ്ധ സമിതി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. മധ്യപൂർവേഷ്യയിൽ ക്രൈസ്തവ ജനസംഖ്യ കുറയുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ക്രൈസ്തവ ലോകത്തിനായുള്ള ഇസ്രയേലിന്റെ പ്രത്യേക പ്രതിനിധി ജോർജ് ഡീക്ക് അന്താരാഷ്ട്ര മാധ്യമമായ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ വിഷയം പങ്കുവച്ചത്. മിഡിൽ ഈസ്റ്റിലെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവരെ ലക്ഷ്യമിട്ട് വ്യവസ്ഥാപിതമായ വംശീയ ഉന്മൂലനമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിലെ ആകെ ജനസംഖ്യയുടെ 20% ഉണ്ടായിരുന്ന ക്രൈസ്തവർ ഇന്ന് വെറും 2%-ലും താഴെയായി ചുരുങ്ങിയെന്ന ആശങ്കാജനകമായ കണക്കുകളും അദ്ദേഹം പുറത്തുവിട്ടു. മുൻപ് വലിയ രീതിയിൽ വളർച്ച പ്രാപിച്ച ക്രൈസ്തവ സമൂഹങ്ങൾ ഉണ്ടായിരുന്ന പല പ്രദേശങ്ങളിലും ഇന്ന് അവരുടെ സാന്നിധ്യം നാമമാത്രമായി മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകമെമ്പാടും അഭയം തേടി അലയുന്നവരെ കൈവിടരുതെന്ന് ലോകരാഷ്ട്രങ്ങളോട് ആഹ്വാനം ചെയ്ത് ലയോ 14 പാപ്പ. ജൂൺ 21 ഞായറാഴ്ച നടന്ന ആഞ്ചലോസ് പ്രാർത്ഥനയ്ക്ക് ശേഷം സംസാരിക്കവെയാണ് പാപ്പ ലോക അഭയാർത്ഥി ദിനത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത്. ജൂൺ 20-നാണ് ഐക്യരാഷ്ട്രസഭ ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത്. പീഡനങ്ങളും അക്രമങ്ങളും യുദ്ധങ്ങളും മൂലം ജന്മനാട് വിട്ടുപോകേണ്ടി വന്നവർക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കാൻ ലോകരാഷ്ട്രങ്ങൾ വീണ്ടും പ്രതിജ്ഞാബദ്ധരാകണമെന്ന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ വിശ്വാസികളോട് പാപ്പ അഭ്യർത്ഥിച്ചു. നൈജീരിയയിൽ തുടരുന്ന തീവ്രവാദവും ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളും അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം ശക്തമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്കൻ ഭരണ തലസ്ഥാനമായ വൈറ്റ് ഹൗസിന് സമീപം നിരവധി പേർ ഒത്തുകൂടി. ജൂൺ 20-ന് സേവ് നൈജീരിയ റാലി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നൈജീരിയയിലെ 6 ജിയോ പൊളിറ്റിക്കൽ സോണുകളിൽ നിന്നുള്ള പ്രതിനിധികളും നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരും പങ്കെടുത്തു. പ്രമുഖ പൗരാവകാശ നേതാവ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ മരുമകൾ അൽവേദ കിങ് ഉൾപ്പെടെയുള്ള പ്രമുഖർ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വേദപാരംഗതനായ വിസ്ത അഗസ്റ്റിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന പാവിയായിലെ സീൽ ഡി ഓറോ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ലിയോ 14 പാപ്പ സന്ദർശിച്ചു. അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ നിന്നുള്ള ആദ്യ പാപ്പയായ ലിയോ പാപ്പയെ സ്വീകരിക്കാൻ നിരവധി അഗസ്റ്റീനിയൻ സന്യാസികൾ ദേവാലയത്തിലുണ്ടായിരുന്നു. ബസിലിക്കയിലെത്തിയ ലിയോ പാപ്പയെ അഗസ്റ്റീനിയൻ സന്യാസി സമൂഹത്തിന്റെ പ്രിയോർ ജനറൽ ഫാദർ ജോസഫ് എൽ ഫാരേൽ, പ്രൊവിൻഷ്യൽ പ്രിയോർ ഫാദർ ഗബ്രിയേൽ പെഡിസിനോ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.